മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തന്റെ യാത്രകൾക്ക് ഉപയോഗിക്കുന്നത് സർക്കാർ വാഹനം. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഇന്നോവ ക്രിസ്റ്റയിലാണ് വീണ വിജയന്റെ സഞ്ചാരം. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് റോഡ് ഫണ്ട് ബോർഡ്. ഭർത്താവ് PM മുഹമ്മദ് റിയാസിന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ വാഹനം ഭാര്യ വീണ വിജയൻ ഉപയോഗിക്കുന്നു എന്നർത്ഥം. കോടീശ്വരിയാണെങ്കിലും വീണ വിജയന് സ്വന്തമായി വാഹനമില്ല. മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് 2021 സമർപ്പിച്ച സ്വത്ത് സംബന്ധിച്ച വിശദാംശങ്ങളിൽ തനിക്കും ഭാര്യ വീണ വിജയനും സ്വന്തമായി വാഹനമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഔദ്യോഗിക വാഹനങ്ങൾ 2 എണ്ണമുള്ള മന്ത്രിയാണ് PM മുഹമ്മദ് റിയാസ്. തിരുവനന്തപുരത്തും കോഴിക്കോട് മന്ത്രി റിയാസിന് ഔദ്യോഗിക വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. മറ്റു മന്ത്രിമാർക്കെല്ലാം ഔദ്യോഗിക വാഹനം ഒരെണ്ണം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. റിയാസിന് പ്രത്യേക പരിഗണന എന്ന വ്യക്തം. മുഖ്യമന്ത്രിക്ക് ഡൽഹി, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി 3 ഔദ്യോഗിക വാഹനങ്ങളുണ്ട്. കൂടാതെ സുരക്ഷ എന്ന പേരിൽ 28ഓളം അകമ്പടി വാഹനങ്ങളും. പേഴ്സണൽ സ്റ്റാഫിൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മാത്രമാണ് ചട്ടപ്രകാരം ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. ഇന്ധനവില ഉയർന്നതോടെ പേഴ്സണൽ സ്റ്റാഫിൽ ശിവായി മുതൽ സഞ്ചരിക്കുന്നത് സർക്കാർ വാഹനത്തിലാണ്. പേഴ്സണൽ സ്റ്റാഫുകളുടെ മക്കളുടെ സ്കൂളിൽ പോക്കും സർക്കാർ വാഹനത്തിലാണ്. സർക്കാർ വാഹനങ്ങളുടെ ഇന്ധന ചെലവിനായി 110.49 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫുകളുടെ വാഹന ദുരുപയോഗം വർദ്ധിച്ചതോടെ ഇന്ധന ചെലവിന് അധിക ഫണ്ട് അനുവദിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് ധനമന്ത്രി ബാലഗോപാൽ.